ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് പാർട്ടാണ്. ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ലൈനിങ്ങിൻ്റെ മേലെ ഭാഗത്ത് നല്ല വശം വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഇവിടെ ലൈനിങ്ങിൻ്റെ മേലെ മെയിൻ പീസ് വെക്കുന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ മേലെ നല്ല വശം വരുന്നത് പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ലൈനിങ് ആയിട്ട് മറിച്ചിടേണ്ടി വരുന്നില്ല. എക്സ്ട്രാ പീസിൻ്റെ അകത്ത് വെച്ച് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ പീസ് വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം മെയിൻ ക്ലോത്തിൻ്റെ മേലെ വേണം ആ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം തിരിച്ച് ലൈനിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പം ആദ്യം വി കട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു കട്ടോ കൊടുത്തിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കർവ് വൃത്തിക്ക് കിട്ടും. ഞാനിവിടെ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈനിങ് പാർട്ടിലാണ് നെക്കിൻ്റെ ഭാഗം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈനിങ്ങും ആ ഒരു എക്സ്ട്രാ പീസിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ശേഷം ബാക്കി വന്ന ഭാഗം ലൈനിങ്ങിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കും ഇതേപോലെ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡെക്കർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പീസാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പീസ് ഉണ്ട്. സാധാരണ നാടയൊക്കെ വെക്കുന്നത് പോലെ ഒരു സ്റ്റിച്ച് ഇട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്ലീവിൻ്റെയും അതേപോലെ നെക്കിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട്, അതായത് ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് നേരെ താഴെ ഭാഗത്തേക്ക് വരെ സ്റ്റെപ്പ് പോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗത്തും ചെയ്തു വരിക. അപ്പോൾ അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വേണ്ടുന്നവർക്ക് അത് നോക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്.
അടുത്തത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലൈനിങ് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും ആദ്യം നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്ത് ബാക്കി ഭാഗം ജോയിൻ്റ് അടിച്ചാൽ മതി. ഇവിടെ ലൈനിങ്ങും അതേപോലെ മെയിൻ ക്ലോത്തും കറക്റ്റായിട്ട് ഒന്ന് ചുറ്റിലും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ബാക്ക് വശത്തിൻ്റെയും ചെയ്തെടുക്കുക. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഓവർലോക്ക് ഒന്നും ചെയ്യാത്ത രീതിയിൽ ഫ്രണ്ട് ഭാഗത്ത് നോക്കിയാലും അതേപോലെ ഉള്ളിലും കറക്റ്റായി സ്റ്റിച്ച് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ഭാഗം ബാക്ക് വശത്തിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും ഒരുപോലെ എടുത്ത് അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെയും പീസുകൾ രണ്ടും ഒരേപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവർലോക്കിൻ്റെ ആവശ്യമില്ല, തുന്ന് വേഗം അഴിഞ്ഞു വരില്ല. ഇനി സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് മടക്കി തുന്നുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ലീവ് കുറച്ച് അധികം പീസുണ്ട്. അപ്പോൾ പഫ് പോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയധികം പീസ് എടുക്കുന്നത്. ഇനി ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു വി കട്ട് കൊടുത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ചുരുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തത് താഴത്തെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ 3 തട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഓരോ തട്ടിൻ്റെയും 4 ഭാഗമാക്കി ഒന്ന് വി കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം പ്ലേറ്റ് വെക്കുമ്പം കറക്റ്റായി നമുക്ക് തുണി കറക്റ്റായിട്ട് വെച്ചിട്ട് പ്ലേറ്റ് എടുക്കാൻ സാധിക്കും. മെറ്റീരിയൽ കുറവായതുകൊണ്ട് തന്നെ ബാക്ക് വശത്തിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും പ്ലീറ്റ് വെക്കുന്നത് 2 പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ 10 മിനിറ്റിലധികമായി. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുക. ശേഷം ആ ഒരു ബാക്ക് വശത്തും മുൻവശത്തിൻ്റെയും പീസ് രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ലൈനിങ് വേറെ അതേപോലെ മെയിൻ ക്ലോത്ത് വേറെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ചുരുക്ക് ടൈറ്റ് ചെയ്ത് നിൽക്കില്ല. കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇങ്ങനെ ലൈനിങ് വേറെ മെയിൻ ക്ലോത്ത് വേറെ ആയിട്ട് എടുക്കുമ്പം. ഇനി താഴത്തെ വശം സിക്സാക്കോ അല്ലെങ്കിൽ മടക്കി തുന്നോ ചെയ്യാം. ഞാനിവിടെ മടക്കി തുന്നുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ലൈനിങ് ഭാഗവും ചെയ്തെടുക്കുക. 2 വശവും ജോയിൻ ചെയ്തെടുത്ത് മടക്കി തുന്നി ഇതിലേക്ക് വെച്ച് ബോഡി പാർട്ടിലേക്ക് ചുരുക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ആ ഒരു ലൈനിങ് പീസ് മെയിൻ പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ആ ഒരു ജോയിൻ ഭാഗത്ത് തന്നെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ചുരുക്ക് ലൈനിങ് പാർട്ടിനും മെയിൻ പാർട്ടിനും എടുത്ത് ബോഡിയിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബോഡി പാർട്ട് ജോയിൻ ചെയ്യുക.
അപ്പോൾ ഈ ഒരു ബോഡി പാർട്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരെ സെൻറ്റർ ഭാഗത്തും അതേപോലെ 2 ഭാഗം എക്സ്ട്രായും കൂടെ, അങ്ങനെ 4 മാർക്ക് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലീറ്റ് വെക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. ഇനി ആ ഒരു ജോയിൻറ്റ് ഭാഗം കറക്റ്റായി വെച്ചിട്ട് ഓരോ ഭാഗവും പ്ലീറ്റ് വെക്കേണ്ടെടുക്കുക, പ്ലീറ്റ് വെച്ച് കറക്റ്റായി കട്ട് വരുന്നെടുക്കുക അല്ലെങ്കിൽ മാർക്ക് വരുന്നെടുക്കുക, കറക്റ്റായി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പ്ലീറ്റ് വെച്ചെടുക്കുക. ഞാൻ വേഗത്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ലൈനിങ്ങും അതേപോലെ പ്ലീറ്റ് വെച്ച ആ ഒരു പീസും ആദ്യം ജോയിൻ ചെയ്ത് അവസാനം ബോഡി പാർട്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫൈനൽ പാർട്ട് ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.